ഇമ്മാനുവലിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇമ്മാനുവൽ വന്നിട്ടില്ല. ഇമ്മാനുവൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിക്ക്. ആ വണ്ടി പഞ്ചറാകുമെന്ന് പറഞ്ഞ് കോട കിട്ടത്തില്ല, മഞ്ഞൊന്നും കിട്ടത്തില്ല എന്നാവും രാഗിയാണ് ഞങ്ങളെ വിട്ടത്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് പിന്നീട് കാണാം. അതായത് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ പൊന്മുടിയിലോട്ട് പോകുന്ന വിഷ്വൽസ് ആണെങ്കിലും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് പച്ചയായ സത്യങ്ങളാണ്. മഴക്കാലം വരുമ്പോൾ തന്നെ ഒരു ശരാശരി ട്രിവാൻഡ്രംകാരുടെ ആൾക്കാരുടെ മനസ്സിൽ ട്രിപ്പ് മോഡ് ഓൺ ആവും. യെസ്, ഓഫ് കോഴ്സ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും പൊന്മുടിയായിരിക്കും. പിന്നെ എന്താ ഒടുക്കത്തെ പ്ലാനിങ് ആയി പ്ലാൻ ചെയ്ത് മഴ മാറി വെയിൽ വന്നിട്ടും ട്രിപ്പിന്റെ കാര്യം ഒരു തീരുമാനമായിട്ടുണ്ടാവും. ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തു, ഓരോരുത്തരും ഓരോ ദിവസം അവൈലബിൾ അല്ലായിരുന്നു. അതിന് മഴ സമയത്തൊന്നും വരാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ വെയിൽ സമയത്താണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ദിവസങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് നടക്കാത്തൊരു കാര്യം ഒരു ദിവസം രാത്രി തീരുമാനിക്കുന്നു, പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പുറപ്പെടുന്നു. അങ്ങനെ രാത്രി തീരുമാനിച്ച് രാവിലെ പുറപ്പെട്ട ഒരു യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരേ വൈബിലുള്ള കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ സത്യം പറയാ ഗൈസ്, അധികം പ്ലാനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വണ്ടി എടുക്കുക, ഇറങ്ങുക. ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എത്തിച്ചേരുന്ന സ്ഥലമില്ല, പോകുന്ന വഴികളാണ് യാത്രയെ മനോഹരമാക്കുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുഞ്ഞു സാധനങ്ങൾ അതിൽ ആഡ് ചെയ്യും. പോകുന്ന വഴികൾ മാത്രമല്ല, കൂടെ വരുന്ന ആൾക്കാർക്കും ഈ യാത്രയെ മനോഹരമാക്കാൻ ഒരു വലിയ പങ്കുണ്ട്. ഇനി മെയിൻ ആയിട്ടുള്ള കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ, ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് പൊതുവെ കാണാറ്. അതിൽ ഒന്നെന്ന് പറയുമ്പോൾ ട്രിപ്പ് ഡിസ്കസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും വരെ അവരായിരിക്കും മിക്ക സ്ഥാനത്ത് നിൽക്കുന്നത്. എന്നാൽ ട്രിപ്പ് പോകുന്ന അന്ന് വിളിച്ചിട്ട് നൈസായിട്ട് ഒഴിവാകാനുള്ള ഒരു പ്രത്യേക തരം കഴിവ് ഇവർക്ക് മാത്രമേ. ഇനി സെക്കൻഡ് കാറ്റഗറി ഓഫ് ആൾക്കാർ, ഇവരെ കൊണ്ട് നമുക്ക് ഒരു ശല്യവും കാണില്ല. കുറച്ച് നല്ല മനസ്സിന് ഉടമയുള്ളവരായിരിക്കും. എപ്പോൾ ട്രിപ്പ് വിളിച്ചാലും ഇവർ റെഡിയാണ്. ഇവരെ കയ്യിൽ ഫണ്ടും കാണും, വീട്ടിന് സീനും കാണില്ല, എപ്പോൾ വിളിച്ചാലും ഓക്കെയാണ്. എന്നാൽ ഇത് രണ്ടിലും പെടാത്ത കുറച്ച് സ്പെഷ്യൽ ആയിട്ട് ആൾക്കാരുണ്ട്. എനിക്ക് ഉറപ്പാണ് ഇവരെല്ലാ ഗ്യാങ്ങിലും കാണും. ട്രിപ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നൈസായിട്ട് ഒഴിവാക്കും. ആദ്യം മുതലേ നോ പറഞ്ഞ് വെറുപ്പിക്കുന്ന ഒരാൾ. ഇനി നോം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്നൊരു കുഞ്ഞു ബ്രേക്ക് എടുക്കാണ്. കാരണം വേറെ ഒന്നുമില്ല, അതുകൊണ്ട് ഈ പോകുന്ന വണ്ടിയുള്ള നേരെ പോയി അവിടുത്തെ ഒരു ചുവരിൽ ഇടിച്ച് കിടപ്പുണ്ടായിരുന്നു. സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും പേടിച്ചു. പിന്നെ ആർക്കും വലിയ പരിക്കൊന്നും ഇല്ലെന്ന് കണ്ടപ്പോഴത്തേക്കും ഞങ്ങളുടെ ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ കാണുന്നത്. കാരണം അവന്റെ വൈബ് കുറച്ച് കൂടിപ്പോയി, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. നല്ല കാര്യങ്ങൾക്ക് മുന്നേ ഇച്ചിരി ചോര കാണുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ അവനെ സമാധാനിപ്പിച്ച് ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇനി നമ്മൾ എവിടെ പറഞ്ഞു നിർത്തി. അതെ, നോ പറയുന്ന ഒരാൾ. ഈ കാറ്റഗറിയിൽ ഇടയ്ക്കൊക്കെ ഞാനും പെടാറുണ്ട്. ഞാൻ പറയാൻ കാരണം, ഇങ്ങനെ നോ പറയാൻ മടിച്ച് കൂടെ നിൽക്കുന്ന പലരും നിർബന്ധിച്ചിട്ട് ഞാൻ പോയ പല ട്രിപ്പും ഇപ്പോൾ ഓർക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അത്രയ്ക്ക് വേദന ഉള്ളതാണ്. അങ്ങനെ വേദന നമ്മൾ സഹിക്കുന്നതിനേക്കാളും എന്തുകൊണ്ട് ആദ്യമേ ഒരു നോ പറഞ്ഞ് എപ്പോഴും ഒഴിവാകുന്നത് നല്ലതാണ്. ഓരോ യാത്രയും നമുക്ക് പ്രിയപ്പെട്ടതാവണം. അതിന് പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ നമ്മോടൊപ്പം വേണം. ഇന്ന് ഞങ്ങളോടൊപ്പം വരാത്ത ഞങ്ങളുടെ സ്വന്തം ഇമ്മൂനെ ഞങ്ങൾ ഈ വീഡിയോ സമർപ്പിക്കും. മാക്സിമം ശ്രമിച്ചിട്ടും അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരെ ടാഗ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ.